മോട്ടറോളയുടെ മോട്ടോ E32 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 10,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ E32 എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ കാര്യങ്ങൾ 3 സെക്ഷനിലായിട്ടാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. രണ്ടാമത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തിരക്കില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം, ഈ ഫോണിന്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. ആ ഒരു ടൈമിൽ ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ചില ഫോണുകളിലൊക്കെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് വരുന്നത്. ആ ഒരു ടൈമിൽ ഈ ഫോണിൽ പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൽ ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള myux സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്ന സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കാര്യമായിട്ട് ബ്ലോട്ട്വെയർസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൽ പരസ്യം വരുന്ന പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഇതിൽ 2 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുമെന്നുള്ള കാര്യം കമ്പനി ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ IP52 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതും എടുത്തു പറയാവുന്ന ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തിരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ രണ്ടാമത് 2 മെഗാ പിക്സലിൻ്റെ 2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു സെൻസറും വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേ പ്രൈസ് റേഞ്ചിൽ മോട്ടറോളയുടെ മോട്ടോ G31 എന്ന ഫോൺ ഇപ്പം അവൈലബിൾ ആണ്. അതിൽ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ തന്നെയാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൂടി കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല. ഈ ഒരു പ്രൈസ് വെച്ചാൽ പല ഫോണുകളിലും നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കിട്ടുന്നില്ല. മോട്ടോ G31 പോലുള്ള ചില ഫോണുകളിൽ മാത്രമേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും തരക്കേടില്ല എന്ന് പറയാം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഈ ഫോണിന്റെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിന്റെ 2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അത് തരക്കേടില്ലാത്തൊരു ഫീച്ചറാണ്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാത്തത് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേ പ്രൈസ് റേഞ്ചിൽ മോട്ടറോളയുടെ മോട്ടോ G31 എന്ന ഫോൺ വരുന്നുണ്ട്. അതിലാണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതേ ബ്രാൻഡിൻ്റെ തന്നെ ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാത്തത് ചെറിയൊരു നെഗറ്റീവായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ ഇതിൽ Type-C ചാർജിങ് പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാറ്ററി സെറ്റപ്പ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നില്ല. പ്രത്യേകിച്ച് മോട്ടോ G31 എന്ന ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഉണ്ടാകുമ്പോൾ ഇത് അത്ര മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് ആണ് എന്ന് പറയാൻ പറ്റില്ല. തിരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പ് ആണ്. എന്നാലും മോട്ടോ G31 എന്ന ഫോൺ ഇതേ പ്രൈസ് റേഞ്ചിൽ ഇതേ ബ്രാൻഡിന്റെ ഭാഗത്ത് നിന്ന് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ പ്രോസസ്സറിന്റെ കാര്യം വലിയ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തണോ അല്ലെങ്കിൽ നിരാശപ്പെടുത്തി എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഇതിൽ മീഡിയാടെക്കിന്റെ ഹീലിയോ G37 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഒരിക്കലും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണിലൊക്കെ വരുന്നുണ്ട്. എന്നാലും 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് വലിയ തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്നൊക്കെ പറയാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മോട്ടറോളയുടെ തന്നെ ഒരു ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മോട്ടോ G31 എന്ന ഫോണിൽ മീഡിയാടെക്കിന്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണിൽ വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് നിരാശപ്പെടുത്തി എന്ന് തോന്നാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മോട്ടറോളയുടെ തന്നെ ഒരു ഫോണിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ അല്ല, വലിയ തിരക്കേടില്ല എന്ന് പറയാം. പിന്നെ മോട്ടോ G31 എന്ന ഫോൺ അവിടെ ഇതേ പ്രൈസ് റേഞ്ചിൽ കിടക്കുമ്പോൾ ഇത് കുറച്ച് നിരാശപ്പെടുത്തി എന്നാണ് തോന്നുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുന്നത് പെർഫോമൻസും ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ വരുന്നുണ്ട്. അതൊക്കെ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്.
പിന്നെ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. അതൊന്നും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഈ ഫോണിൽ 4GB റാമാണ് കൊടുത്തിരിക്കുന്നത്, 64GB ഇന്റേണലും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. 1TB വരെ മെമ്മറി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. പിന്നെ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ. അത് തിരക്കേടില്ലാത്തൊരു ഫീച്ചർ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ വെയിറ്റ് വരുന്നത് ഏകദേശം 185 gram ആണ്. തിക്നെസ് വരുന്നത് 8.49 mm ആണ്. പിന്നെ ഈ ഫോണിന്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, എക്കോ ബ്ലാക്കും അതുപോലെ തന്നെ ആർട്ടിക് ബ്ലൂവും. പിന്നെ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഒരു ഫീച്ചറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിസ്പ്ലേയുടെ കാര്യമാണ്. ഡിസ്പ്ലേയിൽ ഇതിൽ 6.5 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല, HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. 10,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ പല ഫോണുകളിലും നമുക്ക് ഫുൾ HD റെസൊല്യൂഷനൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മോട്ടോ G31 എന്ന ഫോണിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും LCD പാനൽ തന്നെയാണ് വരുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മോട്ടോ G31 എന്ന ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. മോട്ടോ G31 അവിടെയും ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നിരാശപ്പെടുത്തി എന്ന് പറയാൻ പറ്റില്ല. HD റെസൊല്യൂഷനെ വരുന്നു എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. പക്ഷെ പഞ്ചോൾ ഡിസൈനും 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിലെ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വലിയ തരക്കേടില്ല എന്ന് പറയാവുന്നതാണ്, HD റെസൊല്യൂഷനേ ഉള്ളൂ എന്നുണ്ടെങ്കിലും. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു, ഈ ഫോണിന്റെ വില വരുന്നത് 10,499 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിന്റെ സെയിൽ നടക്കുന്നത്. പിന്നെ HDFCയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടോ E32 എന്ന ഫോണിൽ 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മോട്ടറോളയുടെ തന്നെ ഒരു ഫോൺ ഈ ഫോണിന് കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നുണ്ട്, മോട്ടോ G31. ആ ഒരു ഫോണിലാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഫുൾ HD റെസൊല്യൂഷനും അതുപോലെ തന്നെ AMOLED ഡിസ്പ്ലേയും കിട്ടുന്നുണ്ട്. കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും എന്തായാലും ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ മോട്ടോ G31 ആണ് ചെറിയൊരു അഡ്വാൻറ്റേജ് വരുന്നത്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ അതിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യത്തിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സെയിം പ്രൈസ് റേഞ്ചിൽ തന്നെ മോട്ടോ G31 എന്ന ഫോണിൽ പല ഫീച്ചേഴ്സ് നമുക്ക് എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ മോട്ടറോളയുടെ ഒരു ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്തിട്ട് മോട്ടോ G31 എന്ന ഫോൺ നോക്കാവുന്നതാണ്. അതിൽ പല എക്സ്ട്രാ നല്ല ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മോട്ടറോളയുടെ തന്നെ മോട്ടോ G31 എന്ന ഫോൺ അവിടെ ഉണ്ടാകുമ്പോൾ ഈ ഒരു ഫോൺ അത്ര മികച്ചൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.